ആ കടുവയുടെ നിറവും. ഓ വാ തുറന്നു. ഓ എന്തത് സൂപ്പർ. അവന് പോസ് ചെയ്യണം ഫോട്ടോയ്ക്ക്. പൊളിച്ചു. ഇത് എവിടുത്തെ മീനാണ്? ആ ഒറിജിൻ ബ്രസീലിലുള്ള മീനാട്ടോ അത്. ബ്രസീല്. ആള് ബ്രസീലുകാരനാ. ബോർഡുണ്ട് കണ്ടോ? അതെ അവന് തീറ്റ മാത്രമേ എടുക്കുക. ആ മണലെല്ലാം കളയുക. മണലിലാക്കി കളയുന്നില്ല. ആള് ചിരിക്കണം നമുക്ക് അല്ലേ? ചിരിക്കണ പോലല്ലേ? ഒരു ചിരിക്കണ ലുക്കുണ്ട്. മിസ് കേരള. ആ അടിപൊളി. മിസ് കേരള. സൂപ്പർ. പൊളിച്ച് ആയിരിക്കായിട്ടെടുത്ത ഇല്ലേ? സൂപ്പറായി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ മലമ്പുഴ അക്വേറിയത്തിലാണല്ലോ കേട്ടോ. മലമ്പുഴ അക്വേറിയത്തിന് കോംപ്ലക്സ് വന്നിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള പരിപാടിയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിലാണ് നമ്മളുള്ളത്. അക്വേറിയം കോംപ്ലക്സ്. മുതിർന്നവർക്ക് ടിക്കറ്റിന് 30 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപ. നമ്മുടെ അജയ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടീമൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകണം കേട്ടോ. അജയ് ടിക്കറ്റ് എടുത്ത് വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്തേക്ക് പോകണം കേട്ടോ. മീനിൻ്റെ വലിയ ശില്പം. ഗംഭീര മീനിൻ്റെ ശില്പമാണ്. അതിനടക്ക് ചുറ്റും ഒരു വാട്ടർ ബോഡി, തടാകം. പണ്ടാണെങ്കിൽ ഇതിനകത്ത് വലിയ മീനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും കാണാനില്ല. ഓക്കെ, അക്വേറിയം കോംപ്ലക്സിനകത്തേക്ക് പോകണം. മീനുകളുടെ നല്ല ചിത്രമാണ്. കടൽക്കുതിരയുടെ ചിത്രം. എൻട്രി. ഓക്കെ. അതെ, ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കരുത്. എൻട്രി. നോ ഫ്ലാഷ്. നോ ഫ്ലാഷ്. അതുകൊണ്ട് ഇരുട്ടാണ്. ഒരു ഇരുട്ട് ഉള്ള പശ്ചാത്തലത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അതെന്താ നന്നായി. ഇതിങ്ങനെ ആയതുകൊണ്ട് നല്ല കാഴ്ച നന്നായിട്ട് കാണാം കേട്ടോ മീനുകളൊക്കെ. ഓ കറക്റ്റ് ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ജയന്റ് കൗരാമി വലിയ മീനാട്ടോ. ജയന്റ് കൗരാമി. അതാണ് മീൻ. വലിയ മീനാ. അടിപൊളി. അവന് പോസ് ചെയ്യണം ഫോട്ടോയ്ക്ക്. പൊളിച്ചു. ജൈൻറ്റ് ഗൗരാമി. ഇതെന്താ? കാലിക്കോ റൈക്കിംഗ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് വെറൈറ്റിയാണ്. കൊള്ളാം. ഇവിടെ എന്താ? ബ്ലാക്ക് മോർ. ആളില്ലാത്ത ഭാഗം കണ്ടിട്ടില്ല. പേര് വെച്ച് പേരില്ലേ? പേര് എഴുതിയില്ല. കുഞ്ഞു മീനാണ്. ഗപ്പി പോരാണ്ടല്ലോ. ഗപ്പിയാണോ? ബ്ലാക്ക് മോർ.
അല്ല കുഞ്ഞിനല്ലേ കൊണ്ടിട്ടുണ്ടായിരുന്നു സാരിവാലൻ എന്നൊക്കെ പേരിട്ട് മീൻ അല്ലേ സാരിവാലൻ. അടിപൊളി. റെഡ് ടോപ്പ് മിക്കി മൗസ് സ്പ്ലാഷ് എവിടെ കാണും കുഞ്ഞു മീനാല്ലേ ചെറുതാ. ആ ഇത് അടിപൊളിയായാലോ. ഇതെന്താ ഗ്രീൻ ടറ പൊളിച്ച് സൂപ്പറാട്ടാ. റെഡ് പാരറ്റ് കൊള്ളാം കൊള്ളാം. റെഡ് പാരറ്റ് സൺബർസ്റ്റ് ഓറഞ്ച് സിൽവർ ചെറുതിന് പാട്ടുന്ന വരെ പറക്കാർ ടൈപ്പ് കുറേ ഉണ്ട്. എന്തുണ്ട് ഇത് കേട്ടോ സീബ്ര സിലാപ്പിയോ ഇത് കൊള്ളാട്ടോ. നിറയെ ആളുകൾ വരുന്നത് കേട്ടോ. ബ്ലാക്ക് ഏഞ്ചൽ ബ്ലാക്ക് ഏഞ്ചൽ ഈ അന്തരീക്ഷം മൊത്തത്തിൽ ഡാർക്കാക്കിയിട്ടേ മീനിൻ്റെ കൂട്ടിനകത്ത് ലൈറ്റ് കൊടുക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. ചിലയിടത്തൊന്നും ഇങ്ങനെ ആവില്ല. പുറത്തെ വെയിലും വെളിച്ചം കാരണം റിഫ്ലക്ഷൻ അടിച്ചിട്ട് മീനെ നേരെ കാണാൻ പറ്റില്ല. ഇതൊരു ആമയും കൂടി ഉണ്ട് ഇതിൽ. ഇതാ മീനിതാ മീനിതാ ഇതാ ഇതാ താഴെ ഒരു ഓ അവിടെ നല്ല മീൻ ഇതൊക്കെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഇത് പൊളിച്ചു ഇത്രയും മീനായിട്ടാണ്. പേര് വെച്ചിട്ടില്ല കുഞ്ഞു മീനാണ്. ഇതിൻ്റെ പേര് ഫ്ലവർ ഹോൾ. ഫ്ലവർ ഹോൾ അടിപൊളി. അത് വിളിച്ചു ബ്രോൺസ് പെത്തർ പാക്ക് മിക്സഡ് കൗരാമി കൊള്ളാം. എന്താണ് സെവറം ഗോൾഡ് കൊള്ളാം. ഭംഗിയുള്ള മീനുകളാണ്. സൂപ്പറാണ്. പീകോക്ക് സിഷിൽസോ എൻ്റെ പേര്. ഈൽ മത്സ്യം ഈൽ ചെറുതായിട്ട്
ആ ആ വേരിൻ്റെ അടിയിലല്ലേ? ആ കല്ലിൻ്റെ ആ ഈ കല്ലിൻ്റെ അപ്പുറത്ത് ചെറിയ അതെ ഈ കല്ലിൻ്റെ ബാക്കിൽ ഒരു മീനാണ്. അത് മീനാണ്. തൊട്ട ഷോക്ക് അടിക്കണം. മീൻ ഫ്രഷ് വാട്ടറിൽ എന്താണ് മലാവി ബയോടോപ്പ്. സത്യസംഭവരിയ കാപ്പിച്ചി അരോവാന. നല്ല മീനാണ്. നല്ല മീനാണ്. ആൽബിനോ റെയിൻബോ ഷാർക്ക്. മിസ് കേരള. ആ അടിപൊളി. മിസ് കേരള. മിസ് കേരള. സൂപ്പർ. നല്ല ഭംഗിയുള്ള മീനല്ലേ മിസ് കേരള? മത്സ്യങ്ങളെ റാണിയാക്കി. എന്തായാലും പൊടിച്ച് കപ്പ് ഗോൾഡ്. അതോളാം സൂപ്പറായിട്ട്. വലിയൊരു മീൻ മലബാർ സ്നേക്ക് കട്ട്. അല്ലേ പാർക്ക്. കുഞ്ഞു കുഞ്ഞു മീനാണ്. ഹെട്രാസ്. ഇവിടെ എന്താ കരിമീനോ? അത് ശരി. കരിമീൻ കുഞ്ഞുങ്ങളാണല്ലോ വെച്ചിരിക്കുന്നത്. കരിമീനൊക്കെ എത്രയോ വലുത് വരും. കൊള്ളാലോ. എന്താ പേര് കൊടുത്തിട്ടുണ്ട്? ടൈഗർ പാൽ. ഓ നല്ലൊരു മീൻ. റെഡ് ടൈൽ കാറ്റ് ഫിഷ്. ഉക്കരസാണ് കേട്ടോ. റെഡ് ടൈൽ കാറ്റ് ഫിഷ്. ആ മുഷി മുഷി മൊയ്. ആ മൊയ്യൻ്റെ വർഗ്ഗക്കാരനാണ് മുഷി. കടു കടു. ആ മൊയ്യ് മൊയ്യിൻ്റെ വർഗ്ഗക്കാർ. കാറ്റ് ഫിഷ് എന്ന് പറഞ്ഞതാണ്. ഉക്കര ആണ്. ചിരിക്കണം നമുക്ക് അല്ലേ? ചിരിക്കണ പോലല്ലേ? ഒരു ചിരിക്കണ ലുക്കുണ്ട്. ഓ എന്താ സിൽവർ അരവ. അടിപൊളി. ആ ഗിഫ്റ്റ് തിലാപ്പിയ. തിലാപ്പിയുടെ ഹൈബ്രിഡാണ് ഗിഫ്റ്റ് തിലാപ്പിയ. മണല് എളുപ്പമാവാ. ഇതിൽ പെല്ലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എടാ അതേ കണ്ടോ? അതുകൊണ്ടോ വലിയ മീനാണ്. ആ ഇത് ഗിഫ്റ്റ് തിലാപ്പിയ. തിലാപ്പിയുടെ ഹൈബ്രിഡാ.
കളിക്കുന്നു. മണലെല്ലാം കളയുക. മണലിലാക്കി കളയുന്നു. ഓ ഇതെന്താ പാക്കോ? ഇത് എവിടുത്തെ മീനാണ്? ആ ഒറിജിൻ ബ്രസീലിലുള്ള മീനാട്ടോ അത്. ബ്രസീല്. ആള് ബ്രസീലുകാരനാ. ബോർഡുണ്ട് കണ്ടോ? കണ്ടോ അത് ബ്രസീലിലൊക്കെ എഴുതിയുണ്ട്. ഒറിജിൻ ബ്രസീൽ. കിട്ടില്ല സാധനമായിട്ടാ. ഓ ഇതെന്താ അലിഗേറ്റർ കാർ. ഓ എത്ര ഉണ്ട്? ഓ കൊള്ളാലോ. പൊളിച്ച് അലിഗേറ്റർ കാർ ഇല്ലേ? സൂപ്പറായി. അതൊന്നും ഉറങ്ങുവാണെന്ന് തോന്നുന്നു. കണ്ണടച്ച് വെക്കാൻ പറ്റുമോ? ടൈഗർ ഓസ്കാർ. സിൽവർ ഡോളർ. മീനിൻ്റെ പേരാണ് സിൽവർ ഡോളർ. എന്താണ് പേര്? ഏഞ്ചലോ? ഏഞ്ചൽ ഫിഷ് ഇതാണോ? ഇപ്പോൾ പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. കഴിഞ്ഞ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞു കേട്ടോ. നല്ല പോവാം. എന്തായാലും നല്ല സെറ്റപ്പ് വേണ്ടിയിട്ടാണ്. ഡാർക്ക് അന്തരീക്ഷത്തിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീനുകളൊക്കെ കറക്റ്റ് അതിൻ്റെ കളറിൽ കളർ എഫക്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ നമ്മുടെ പരിപാടി കൊണ്ട് നമ്മൾ ഇറങ്ങാണ്. അടിപൊളി ഒരു പരിപാടിയായിരുന്നത്. മലമ്പുഴയിൽ കയറി കഴിഞ്ഞിട്ടില്ലേ? ഓ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വേറെ ഉണ്ട്. താഴെ വേറെ വലിയ വലിയ മീന്. ശരി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞോട്ടോ. ഒരു സൈഡ് കേക്ക് കിട്ടു. ആ കോഴിക്കാർ പേര് കേട്ടില്ലേ? കോഴിക്കാർ. ഓ ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കാർ. ടൈഗർ ഷാർക്ക്. ഓ കൊള്ളാം. ഓ എന്ത് വേണത്? പാമ്പോലുണ്ടല്ലോ. അല്ല ഇതെല്ലാം കത്തിരിക്കുന്നു. എന്തോ അടിപൊളി. നല്ല പാമ്പ് പോലത്തെ മീൻ. ആ കടുവയുടെ നിറവും. ഓ വാതം ഓ എന്തത്? സൂപ്പർ. അടിപൊളി. സൂപ്പറായി. മൊറൈറ്റിൽ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ കോഴി ഏഞ്ചൽ
എന്താ ഹവായ് വാക്ടേൽ ഫാഷൻ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ മീനാണ്. ഡിസ്കസ് ചെറിയ ചെറിയ മീന. ഞണ്ടോ? ആ മഡ് ക്രാബ്. മഡ് ക്രാബ്. ആ അതല്ല, ഉള്ളിൽ വേറെ ഉണ്ട്. ഓ ഞണ്ട്. ഓക്കെ. Because they're clown fish. ലോബ്സ്റ്റർ ആണ്. ലോബ്സ്റ്റർ ഇവിടെ വേറെ ഉണ്ട്. ലോബ്സ്റ്റർ. ഈ ഭാഗത്ത് ചെറിയ അക്വാരങ്ങളിൽ നിറയേറെ കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. ആ ശരിയാ, വീട്ടിലേക്ക് അങ്ങനത്തെ ചെറുത് വാങ്ങിക്കാൻ കിട്ടുണ്ടാവും. നല്ല സംഗതിയാണ്. ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ നോക്ക്. പച്ച മുളയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പച്ച മുളയുടെ ചിത്രം. ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഏതാണ്? ആ ഒരു ഗോപുരം അല്ലേ? ആ ഇവിടെ എന്തോ ഉണ്ടല്ലോ, വലിയ എന്തോ സാധനം. ഓ ആ ഓക്കെ. ഓ വലിയ വലിയ മീനുകളുണ്ട്. അവളാ. ഓ മലമ്പുഴ ഡാമിൻ്റെ ഒരു മിനിയേച്ചറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. ഇതെന്താ മീറ്റിംഗ് കോളോ മറ്റാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിലെന്തെങ്കിലും ഉണ്ടോ? എന്ത്? ആ കുഞ്ഞു കുഞ്ഞു മീനുണ്ടല്ലോ. ആ ഇതവിടെ അക്കരത്തിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പുറത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഭാഗം. ടിൻ ഫോയിൽ ബാർബ്. ഓ ആ മീനാണ് കേട്ടത്, ടിൻ ഫോയിൽ ബാർബ്. അപ്പോൾ ഈ മീനിനെ കൂടി കണ്ട് നമുക്ക് മെല്ലെ പുറത്ത് പോവാം. ഓക്കെ. ടിൻ ഫോയിൽ ബാർബ്. എങ്ങനെയുണ്ട് ഈ സംഭവം? സൂപ്പറായി. അജയ് രണ്ട് വാക്ക് പറഞ്ഞേ. പുതിയ പുതിയ കുറേ മീനെ കാണാൻ പറ്റി. കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വർക്കലയിൽ ഇതുപോലെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വർക്കലേക്കാൾ കൂടുതൽ ഉള്ളത് ഈ കെടുത്തിലായിരുന്നു. കുറച്ചുകൂടെ വെറൈറ്റി വലിയ മീനൊക്കെ കുറേ കിട്ടും. വർക്കലയിൽ പോയപ്പോൾ എല്ലാം ചെറിയ ചെറിയ മീനാണ്. ആ ഈലൊക്കെ കണ്ടോ? നല്ല വല്ല നല്ല ഭംഗിയുള്ള നല്ല കടുവ പോലെ ഇരിക്കുന്ന ഈല്. അപ്പം എന്താ നല്ല കാഴ്ചയാണ്. മീനിൻ്റെ വലിയൊരു ശില്പമാണ്. ഓക്കെ. ഇവിടെ കാണാൻ കുറച്ച് നേരം ഇരിക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് നല്ല പെരിയാം. എന്നിട്ട് വലിയ ടാങ്കിൽ നിറയെ മീനുണ്ട് കേട്ടോ. വലിയ വലിയ മീനാണ് അതിൽ. ഓ നമ്മളെന്തായാലും തീറ്റിട്ട് കൊടുത്താൽ ചാടി വരുന്നുണ്ട്. ആഹാ അടിപൊളി. അങ്ങനെ ചീട്ടെടുത്തേ. അല്ല വലിയ വലിയ മീനുകൾ വരില്ലേ. ഓ ഇതെന്ത് മീനത്?
തിലോപ്പിയ വന്നിട്ട് കേട്ടോ, വലിയ തിലോപ്പിയ. അപ്പോൾ ഓക്കെ എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ്.